അപ്പോൾ ക്രൂ മെമ്പേഴ്സിനെ വിളിച്ച സമയത്ത് സൂപ്പർ സ്റ്റാർ ബൈജു സന്തോഷ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. സാർ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് സാറിനെ സ്റ്റേജിലേക്ക് സൂപ്പർ സ്റ്റാർ അല്ല എന്ന് സാർ എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് സോ സോറി സർ, ഐ ബീൻ സീയിങ് യു സിൻസ് ചൈൽഡ്ഹുഡ് ആൻഡ് ഫോർ മീ യു ആർ എ സൂപ്പർ സ്റ്റാർ, റൈറ്റ്? ദാറ്റ്സ് റൈറ്റ്. പ്രിയമുള്ളവരെ, ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ നുണക്കുഴി കണ്ടവരാണോന്നൊന്നും എനിക്കറിയില്ല. കണ്ടതാണോ? അല്ല, ശരി. അപ്പോൾ ജിത്തു ജോസഫ് എന്തായാലും വെറുതെ ഒരു സിനിമ എടുക്കില്ല. അത് മലയാളികൾക്കെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും ഓരോരോ പ്രത്യേകതകളുണ്ട്. നേരെന്ന് പറഞ്ഞ സിനിമയിൽ ഞാനില്ലായിരുന്നു. അപ്പം ഈ ഷൂട്ടിംഗ് നടക്കുമ്പോൾ നേരിൻ്റെ ട്രെയിലർ എന്നെ ജിത്തു ജോസഫ് കാണിക്കുകയുണ്ടായി. എന്നോട് ചോദിച്ചു, കൊള്ളാമോ? ഞാൻ പറഞ്ഞു, ട്രെയിലറൊക്കെ കണക്ക് തന്നെ, പക്ഷേ ജിത്തു ജോസഫ് വെറുതെ ഒരു സിനിമ എടുക്കില്ല എന്ന് മലയാളികൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ സിനിമ ഒരു വിജയമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ജിത്തു ജോസഫിനോട് പറഞ്ഞു. കറക്റ്റായിട്ട് വന്നു. അതുപോലെ തന്നെ നുണക്കുഴിയും മലയാളികൾ ഏറ്റെടുത്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഫാമിലി. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നുണ പറഞ്ഞിട്ടുള്ള എല്ലാവരും ഈ സിനിമ ഒന്ന് കാണണം. അങ്ങനെയാണെങ്കിൽ 99% ആൾക്കാർ ഇത് കാണേണ്ടി വരും. അതുകൊണ്ട് നുണക്കുഴി എന്ന് പറഞ്ഞ സിനിമ കാണണം. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഈ സിനിമ കണ്ടിട്ടാണ് അഭിപ്രായം പറയുന്നത്. കൊള്ളാമെങ്കിലേ ഞാൻ കൊള്ളാമെന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയും കൊള്ളില്ല എന്ന്. നിങ്ങൾ കാണരുതെന്ന് ഞാൻ തന്നെ പറയും. അപ്പോൾ ഇത് കൊള്ളാം. 2 മണിക്കൂർ 5 മിനിറ്റ് നന്നായിട്ട് ചിരിക്കാനുള്ള വകയൊക്കെ അതിനകത്തുണ്ട്. നമ്മുടെ നായകനെ നിങ്ങൾക്കറിയാമല്ലേ? ഇപ്പം കുടുംബ പ്രേക്ഷകരുടെ പയ്യനാണ് ബേസിൽ. പൊളിച്ചിട്ടുണ്ട് പടത്തിൽ. ഈ വേറെ പ്രത്യേകത, ബേസിൽ ചെയ്ത റോള് മലയാള സിനിമയിൽ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അതാണ് ബേസിലിൻ്റെ പ്രത്യേകത. ബേസിലിന് വേണ്ടി ഉണ്ടാക്കുന്ന കഥകളാണ്. അപ്പോൾ ഈ സിനിമ എല്ലാവരും കാണണം. കൊടുക്കുന്ന കാശ് മുതലാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്. പിന്നെ കണ്ടിട്ട് കൊള്ളൂല എന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാൻ പൈസ ഒന്നും തിരിച്ചു തരില്ല, അത് വേറെ കാര്യം. അപ്പോൾ ശരി, കാണാം.